ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർട്ടപ്പ് ലോകം അല്ലേ? കേൾക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാമറാണ്. ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരാകുന്ന കഥകൾ, ലോകത്തെ മാറ്റിമറിക്കുന്ന കിടിലൻ ഐഡിയകൾ. പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്തൊരു വെളിച്ചമാണ് അല്ലേ? പക്ഷേ ആ വെളിച്ചത്തിന് പിന്നിൽ ചില കരിനിഴലുകളുണ്ട്. ആ വിജയങ്ങൾക്കായി കൊടുക്കേണ്ടി വരുന്ന യഥാർത്ഥ വില എന്താണ്? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. സത്യത്തിൽ നമ്മൾ കാണുന്ന ഈ വിജയങ്ങളില്ലേ, അതൊരു മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമാണ്. നമ്മൾ പത്രങ്ങളിലും ഓൺലൈനിലുമൊക്കെ കാണുന്നതെന്താ? തിളക്കമുള്ള തലക്കെട്ടുകൾ, കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള യൂണിക്കോൺ സ്റ്റാറ്റസ്, വലിയ വിജയകഥകൾ. ഇതൊക്കെയാണ് മുകളിൽ. പക്ഷേ ആ വെള്ളത്തിനടിയിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് കടുത്ത മാനസിക പിരിമുറുക്കം, ഉറക്കമില്ലാത്ത രാത്രികൾ, ആരും കാണാതെയുള്ള ഒറ്റയ്ക്കുള്ള പോരാട്ടങ്ങൾ. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ഹസ്സിൽ കൾച്ചർ എന്ന മിഥ്യാബോധം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്ക് അല്ലേ? നിർത്താതെ ജോലി ചെയ്യുക, എപ്പോഴും തിരക്കിലായിരിക്കുക. ഇതൊക്കെ ഒരു വലിയ കാര്യമായി, ഒരു ബാഡ്ജ് ഓഫ് ഓണറായിട്ട് കാണുന്ന ഒരു സംസ്കാരം. പക്ഷേ ഈ മഹത്വവൽക്കരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? അതെ, സ്റ്റാർട്ടപ്പ് ലോകത്തെ ഒരു പൊതുവായ ചിന്താഗതിയാണിത്. നിർത്താതെയുള്ള കഠിനാധ്വാനവും ഉറക്കമില്ലാത്ത രാത്രികളുമാണ് ഇന്നൊവേഷന്റെ ലോകത്തേക്കുള്ള എൻട്രി ടിക്കറ്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹീറോയിസം ഫീൽ ചെയ്യും അല്ലേ? പക്ഷേ സത്യത്തിൽ ഇത് വലിയൊരു സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ സ്വയം പ്രൂവ് ചെയ്യാനുള്ള ഒരു വഴിയായി പലരും ഇതിനെ കാണുന്നു. എന്നാൽ ഈ ധീരതയുടെ മുഖമൂടിക്ക് പിന്നിൽ ഒരു സ്ഥാപകന്റെ മനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. സ്ഥാപകരുടെ കാണാച്ചുമടുകൾ. ഈ തലക്കെട്ടുകൾക്ക് പിന്നിലെ യഥാർത്ഥ ജീവിതം എങ്ങനെയാണ്? അവർ ആരും കാണാതെ ചുമക്കുന്ന ഭാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥാപകന്റെ തലയിലുള്ള ഭാരം. ഒന്നാമത്തേത്, പണം മുടക്കിയ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം. പിന്നെ നമ്മളെ വിശ്വസിച്ച് കൂടെ വന്ന ജീവനക്കാരോടുള്ള ഉത്തരവാദിത്തം. എപ്പോഴും പുതിയത് കണ്ടെത്താനുള്ള ഒരു പേഴ്സണൽ ഡ്രൈവ്. ഇതിനെല്ലാത്തിനും മുകളിൽ എവിടെയെങ്കിലും പരാജയപ്പെടുമോ എന്നുള്ള പേടി. കാരണം സ്റ്റാർട്ടപ്പ് ലോകം പലപ്പോഴും വിന്നർ ടേക്സ് ഓളാണ്. ഒരു ഒന്നുകിലെല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊരവസ്ഥ. ഈ സമ്മർദ്ദങ്ങളുടെ എല്ലാ നടുവിലാണ് ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ചുറ്റും ഒരു ടീം മുഴുവനുണ്ടായിട്ടും അവർക്ക് കടുത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടുമെന്നുള്ളതാണ്. കാരണം ഒരു ലീഡർ എന്ന നിലയിൽ തന്റെ സംശയങ്ങളോ പേടിയോ പുറത്തു കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിച്ചാൽ അത് ടീമിന്റെ മനോവീര്യം തകർക്കുമോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അതൊരു ബലഹീനതയായി കാണുമോ എന്നൊക്കെ പേടിക്കും. ചുരുക്കി പറഞ്ഞാൽ, എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നയാൾക്ക് സ്വന്തമായൊരു താങ് ആവശ്യമുള്ളപ്പോൾ അത് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഈ തുടർച്ചയായ സമ്മർദ്ദം അവസാനമെത്തിക്കുന്നത് ഫൗണ്ടർ ബേൺഔട്ട് എന്ന അവസ്ഥയിലേക്കാണ്. ഇത് വെറുമൊരു ക്ഷീണമല്ല കേട്ടോ, ഇതൊരു കടുത്ത ശാരീരികവും മാനസികവുമായ തളർച്ചയാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലെ എഞ്ചിൻ ഓഫായി പോകുന്നത് പോലെ. പിന്നെന്ത് സംഭവിക്കും? ചിന്തിക്കാനുള്ള ശേഷി കുറയും, പുതിയ ഐഡിയകൾ വരാതാവും, വൈകാരികമായി നമ്മളാകെ തളർന്നുപോകും. ഒരു സ്ഥാപകനെ ഏറ്റവും കൂടുതൽ വേണ്ട കഴിവുകളാണിതൊക്കെ. അതാണ് ബേൺഔട്ട് ഇല്ലാതാക്കുന്നത്. 72%. ഒന്നുകൂടി പറയാം, 72%. ഇത് വെറുമൊരു കണക്കല്ല. അടുത്തിടെ നടന്ന സർവേകളിൽ പങ്കെടുത്ത സ്ഥാപകരിൽ 72% പേരും ഉത്കണ്ഠ, വിഷാദം പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 4-ൽ 3 പേർ. ഇതൊരു നിശബ്ദമായ മഹാമാരി തന്നെയാണല്ലേ? അപ്പോൾ അടുത്ത ഭാഗം, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ഥാപകന്റെ ആരോഗ്യം മോശമാകുമ്പോൾ അത് എങ്ങനെയാണ് ഒരു ബിസിനസിന്റെ തന്നെ റിസ്ക്കായി മാറുന്നത്? കാരണം പലരും വിചാരിക്കുന്നത് ഇതൊരു വ്യക്തിപരമായ പ്രശ്നമാണെന്നാണ്. പക്ഷേ അല്ല, ഇതൊരു ബിസിനസ് റിസ്ക് തന്നെയാണ്. ഈ ബേൺഔട്ട് ഒരു സംരംഭത്തെ തകർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഒന്നാമതായി, ലീഡർഷിപ്പ് ക്വാളിറ്റി കുറയും. മാനസികമായി തളർന്ന ഒരാൾക്ക് എങ്ങനെ ടീമിനെ ശരിയായി നയിക്കാൻ പറ്റും? രണ്ടാമത്, എടുക്കുന്ന തീരുമാനങ്ങൾ പലതും എടുത്തുചാട്ടമായിരിക്കും, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇത് ടീമിന്റെ ഉള്ളിലെ ബന്ധങ്ങളെ മോശമായി ബാധിക്കും. പുതിയ ആശയങ്ങൾ വരുന്നത് നിൽക്കും. അവസാനം എന്തുപറ്റും? ബിസിനസിന്റെ വളർച്ച തന്നെ നിന്നുപോകും. നോക്കൂ, സ്ഥാപകന്റെ ഓരോ അവസ്ഥയും ബിസിനസിനെ എങ്ങനെ നേരിട്ട് ബാധിക്കുന്നു എന്ന് ഇതിൽ വ്യക്തമാണ്. വിട്ടുമാറാത്ത സ്ട്രെസ് തെറ്റായ സ്ട്രാറ്റജിക് തീരുമാനങ്ങളിലേക്ക് നയിക്കും. ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുമ്പോൾ മാറുന്ന മാർക്കറ്റിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ഇനി സ്ഥാപകൻ വൈകാരികമായി എല്ലാവരിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങിയാലോ? അത് ടീമിന്റെ മനോവീര്യം മൊത്തത്തിൽ തകർക്കും. കണ്ടില്ലേ എല്ലാം എങ്ങനെയാ കണക്റ്റഡായി കിടക്കുന്നത്? ഓക്കെ, ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. 4ാമത്തെ സെക്ഷൻ, ഇതിനെ എങ്ങനെ മറികടക്കാം? സ്ഥാപകരുടെ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ അവസ്ഥയെ ഒരു ബാധ്യതയായി കാണാതെ ഒരു സ്ട്രാറ്റജിക് ആവശ്യകതയായി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഇതാ കുറച്ച് പ്രായോഗികമായ വഴികൾ. ഒന്നാമതായി, ജോലിയും ജീവിതവും തമ്മിൽ വ്യക്തമായൊരു അതിർവരമ്പ് ഉണ്ടാക്കുക.
രണ്ടാമത്, നിങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റ് സ്ഥാപകരുമായി സംസാരിക്കുക, ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കുക. പിന്നെ സ്ഥാപകർക്ക് വേണ്ടി മാത്രമുള്ള മെന്റൽ ഹെൽത്ത് റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തുക. വിശ്രമിക്കുന്നത് സമയം കളയലല്ല, മറിച്ച് റീചാർജ് ചെയ്ത് കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു ടൂളാണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായി, മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. സഹായം ചോദിക്കുന്നതൊരു കുറച്ചിലല്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മാനസികാരോഗ്യത്തിന് മുൻഗണന കൊടുക്കുന്നത് ഒരു ബലഹീനതയല്ല, അത് ദീർഘകാലത്തേക്ക് സുസ്ഥിരമായ വിജയം നേടാനുള്ള ഒരു സ്ട്രാറ്റജിക് ആവശ്യകതയാണ്. ഒരു കാര്യം ഓർക്കുക, ബലമില്ലാത്തൊരടിത്തറയിൽ നമുക്ക് വലിയൊരു കെട്ടിടം പണിയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണിതും. നിങ്ങളുടെ മാനസികാരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ്. അത് സംരക്ഷിക്കുന്നത് തന്നെയാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അവസാനമായി ഒരു ചോദ്യം. ഇന്നൊവേഷന്റെ, അതായത് നവീകരണത്തിന്റെ ഭാവി എന്നത് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് മാത്രമാണോ, അതോ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരെ തളർത്താതെ കൂടുതൽ സുസ്ഥിരമായ ഒരു വഴി കണ്ടെത്തുന്നത് കൂടിയാണോ? ഒരുപക്ഷെ അടുത്ത വലിയ കണ്ടുപിടുത്തം എന്ത് എന്നതിലല്ല, മറിച്ച് എങ്ങനെ എന്നതിലായിരിക്കാം. നമുക്കൊരുമിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം.